സ്പാർക്കിലെ വിവരങ്ങൾ ചോർന്നിട്ടില്ലെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ. മതിയായ തെളിവുകൾ ഇല്ലാതെയാണ് ഹർജിക്കാർ ഹൈക്കോടതിയെ സമീപിച്ചത്. വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരുന്നുണ്ട്. സാലി, എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ശരണി, അതായത് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ സംബന്ധിച്ചൊരു ഹർജി വന്നിരുന്നു. നമ്മുടെ സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ DA കുടിശ്ശിക വിതരണം ചെയ്തതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി സർക്കാർ ജീവനക്കാർക്ക് അയച്ച സന്ദേശം, ആ സന്ദേശം അയക്കുക വഴി ഈ ജീവനക്കാരുടെ വ്യക്തിഗത വിവരങ്ങൾ ചോർത്തി എന്നുള്ളതായിരുന്നു ആക്ഷേപം. കോടതിയുടെ പരിഗണനയിലുമാണ്. അതിന് കോടതിയുടെ നിർദ്ദേശപ്രകാരം ഇന്നൊരു വിശദമായ സത്യവാങ്മൂലം കോടതിയിൽ സർക്കാർ സമർപ്പിച്ചു. അതിൽ ഹർജിക്കാരൻ അന്ന് ഈ സർക്കാർ നടപടിക്കെതിരെ ഹർജി സമർപ്പിച്ച UDF അനുകൂലിയായ 2 സർക്കാർ ജീവനക്കാർ ഉന്നയിച്ചിരുന്ന 3 ആക്ഷേപങ്ങളുണ്ട്. ആ 3 ആക്ഷേപങ്ങൾക്കും എണ്ണി സർക്കാർ ഇന്നത്തെ സത്യവാങ്മൂലത്തിൽ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, വിവരങ്ങൾ ചോർന്നിട്ടില്ല. വിവരങ്ങൾ ചോർന്നിട്ടുണ്ട് എന്ന് ഹർജിക്കാരൻ്റെ ആക്ഷേപം കേവലം അനുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. അത് തെളിയിക്കാൻ ആവശ്യമായ ഡേറ്റകളോ വിവരങ്ങളോ ഒന്നും ഹർജിയിലില്ല, ആരോപണങ്ങളിലില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമതൊരു മുഖ്യമന്ത്രിക്ക് സർക്കാർ ജീവനക്കാർക്ക് സന്ദേശങ്ങൾ അയക്കാമോ എന്ന ചോദ്യം, അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നുള്ളതായിരുന്നു ആക്ഷേപം. അത് ഭരണഘടനാനുസൃതമായ നടപടികൾ തന്നെയാണ്, അതിനനുസരിച്ച് തന്നെയാണ് സന്ദേശങ്ങൾ അയച്ചത്. കാരണം ബജറ്റിലെ ഉറപ്പ് പാലിച്ചു എന്ന് ജീവനക്കാരെ മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് അറിയിക്കുക, അത് മാത്രമാണ് നടന്നിട്ടുള്ളത്. അതിൽ ഭരണഘടനാ വിരുദ്ധമായി യാതൊന്നുമില്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടിയാണ് ഈ സന്ദേശം അയച്ചത് എന്നുള്ളതായിരുന്നു ഹർജിക്കാരുടെ ആക്ഷേപം. അതിനുള്ള മറുപടി, ഇതിൻ്റെ കണ്ടന്റിൽ യാതൊരു രാഷ്ട്രീയ സന്ദേശവുമില്ല. സർക്കാർ ജീവനക്കാർക്ക് കൊടുക്കേണ്ട DA കുടിശ്ശിക നൽകാൻ ബജറ്റിലൂടെ തീരുമാനിച്ചിട്ടുണ്ട്, നടപ്പാക്കാൻ പോകുന്നു എന്ന വിവരം ഒരു മുഖ്യമന്ത്രി അവിടുത്തെ സംസ്ഥാന സർക്കാരിലെ ജീവനക്കാരെ സന്ദേശങ്ങൾ വഴി അറിയിക്കുന്നതിൽ യാതൊരു രാഷ്ട്രീയവുമില്ല. അവർ രാഷ്ട്രീയമുണ്ടെന്ന് ആക്ഷേപവും തെറ്റാണ്. അപ്പോൾ ചുരുക്കത്തിൽ ഈ ഹർജിക്കാരുന്നയിച്ച 3 ആക്ഷേപങ്ങളും തെറ്റാണ്. ഈ ആക്ഷേപങ്ങളും ആരോപണങ്ങളെല്ലാം കേവലം അനുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ ഹർജി നിലനിൽക്കില്ല എന്നാണ് സർക്കാർ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലുള്ളത്. ഇന്നും ഈ ഹർജി കോടതിയിൽ എത്തിയിരുന്നു. അപ്പോഴാണ് സത്യവാങ്മൂലം സമർപ്പിച്ചത്. തിങ്കളാഴ്ച ഈ ഹർജി പരിഗണിക്കുന്നതിനായി മാറ്റി. ഇനി സന്ദേശങ്ങൾ അയക്കില്ല, ഇക്കാര്യത്തിൽ ഒരു തീർപ്പുണ്ടാകുന്നതുവരെ എന്ന് സർക്കാർ കഴിഞ്ഞ ദിവസം കോടതിയെ അറിയിച്ചിരുന്നു. ആ അറിയിപ്പ് തുടരും. തിങ്കളാഴ്ച കേസ് പരിഗണിച്ച് തീർപ്പാകുന്നതുവരെ ഇതിൽ സന്ദേശം അയക്കില്ല എന്ന് സർക്കാരും വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ സർക്കാർ ഇന്നത്തെ സത്യവാങ്മൂലത്തിൽ വിശദമാക്കിയത്, ഇതിൽ യാതൊരുവിധ ഭരണഘടനാ വിരുദ്ധ നടപടിയുമില്ല, ഏതെങ്കിലും തരത്തിൽ വിവരങ്ങൾ ചോർന്നിട്ടില്ല, ഈ സന്ദേശങ്ങൾ അയച്ചതിന് പിന്നിൽ രാഷ്ട്രീയ ഉദ്ദേശങ്ങളുമില്ല എന്ന് സർക്കാർ കോടതിയെ അറിയിച്ചിരിക്കുകയാണ്.